കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ മെറ്റലേച്ചിയുടെ മകൻ്റെയും മെറ്റലേച്ചിയുടെ കഥയും. അപ്പം മെറ്റലേച്ചി അതിൻ്റെ മുഴുവനായിട്ട് പറയാൻ പോട്ടെ. കുറേ ആൾക്കാർ മെറ്റലേച്ചിയുടെ മകനെ പറ്റി ചോദിച്ചു. അനുപയെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റോറി അറിയണമെന്നുണ്ടെന്ന് പറഞ്ഞു. മെറ്റലേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെയും മകൻ്റെയും കഥ, ജീവിതകഥ പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും അറിയണമെന്ന് ആഗ്രഹം. അപ്പോൾ എങ്ങനെയാണ് ചേച്ചിയുടെ ജീവിതം, എങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞതിനൊക്കെ അറിയണതേ? നമ്മുടെ പ്രേക്ഷകർ കുറേ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്ന് പറയോ ചേച്ചി? അതിനെന്താ പറയല്ലേ. അപ്പോൾ നമ്മൾ ഈ പരിപാടി പുതിയതായിട്ടാണ് കാണണമെങ്കിൽ, മെറ്റലേച്ചിയുടെ പ്രോഗ്രാം പുതിയതായിട്ടാണ് പ്രേക്ഷകർ നിങ്ങൾ കാണണമെങ്കിൽ, ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഉണ്ട്. അതിൽ ചേച്ചിയുടെ മകനും പിന്നെ ഒരു മൈനയും ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മകൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയതാണ്. ചേച്ചി ഇപ്പോഴും കട്ടൗട്ടറൊക്കെ പണിത് വീട്ടിൽ വെച്ചേക്കണേണ്. അപ്പോൾ ഈ അമ്മയുടെയും മകൻ്റെയും സ്നേഹമുള്ള ഈ കഥ, ഈ ജീവിത കഥ, നടന്ന സംഭവം നമുക്കൊന്ന് കേൾക്കാം. ഷാരുവിൻ്റെ മോനാണ്. ഇതിപ്പോൾ ഞാനൊരു കട്ടൗട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇവന് 11 വയസ്സുള്ളപ്പോൾ മുതലാണ് ഞങ്ങൾ സിംഗിളായിട്ട് മാറിയത്, ഞാനും മോനുമായിട്ട്. അപ്പോൾ അതുമുതൽ ഞങ്ങൾ ഭയങ്കര കൂട്ടായിട്ടാണ് അങ്ങോട്ട് പോയത്. അത് ഞങ്ങളിങ്ങനെ വേർപെടുത്താനാവാത്ത മാതിരി ഞങ്ങൾ ഭയങ്കര ഒറ്റപ്പെടലായിരുന്നത് കൊണ്ടിട്ടാണ്. പിന്നെ ഷാരു എല്ലാത്തിനും എൻ്റെ കൂടെ നടക്കാൻ മാത്രം ആഗ്രഹിച്ച വ്യക്തിയാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോഴൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ യാത്ര ചെയ്യണ മാത്രമല്ല, ഇപ്പോൾ ഷാരുവിനെ സ്കൂളിലാക്കാൻ പോയാലും തിരിച്ചു വിളിച്ചിട്ട് വന്നതും, അവൻ വലിയ +1 +2 ഡിഗ്രി പഠിക്കുന്ന കാലത്തും ഞാൻ അവനെ കൊണ്ട് ആക്കാനും കൊണ്ടുവരാനായിട്ടൊക്കെ പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ആണ് എല്ലാ കാര്യത്തിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവൻ +2 പഠിക്കുന്ന സമയത്ത് അയ്യപ്പൻകാവിലാണ് +2 പഠിച്ചുകൊണ്ടിരുന്നത്. 1ാം ക്ലാസ് മുതൽ അയ്യപ്പൻകാവിലാണ്. അപ്പോൾ +1 +2 അവിടെ തന്നെയാണ്. അവിടുത്തെ പ്രിൻസിപ്പൾ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ നേഴ്സറി കുട്ടീനെ കൊണ്ട് നടക്കണ കണക്കാണ് അവനൊരു യുവാവായി വളർന്നുകൊണ്ട് തന്നെയല്ലേ, അപ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടണ്ടേ, നേഴ്സറി കുട്ടീനെ കൊണ്ടു നടക്കണ കണക്ക് നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന്. അന്ന് അവൻ എന്നോട് ആ ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്, ആ മിസ്സിന് അതേപോലെ ഇത്രയും പ്രായമായ മക്കളെ കൂടെ കൊണ്ടടക്കാൻ കിട്ടാത്ത കൊണ്ടിട്ടാണ്, അമ്മയും മോനും കൂടി നടക്കണ കണ്ടിട്ട് അസൂയയായ കാരണമാണ് അങ്ങനെ അത് പറയണത്. അത് കാരണം നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എവിടെ പോയാലും, ഞങ്ങളൊരു പള്ളി പെരുന്നാളിന് പോയാലും അല്ലെങ്കിൽ ഒരു മരണാവശ്യത്തിൽ പോയാലും, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ യാത്ര മധ്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിക്കും. ഇവൻ മരിക്കുന്നതിൻ്റെ ആക്സിഡൻ്റായിട്ട് അവൻ മരിച്ചത് ഡിസംബർ 30 2015 ഡിസംബർ 30 മരിക്കണം. അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ 2 3 ആ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഡേറ്റിന് അവൻ എന്നോടൊരു ഇങ്ങനെ ചോദിച്ച്, ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ടായതുകൊണ്ട് അവൻ എന്നെ എടി നീ എന്നൊക്കെ അങ്ങനെ സംബോധന ചെയ്യുള്ളൂ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചത്, ഒരിക്കൽ എന്നോട് നമ്മുടെ ലിസിയു ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ട് എയർ ആംബുലൻസിൽ ഹാർട്ട് പോയൊരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, അതായത് ഞാൻ ഒരു ആക്സിഡൻറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുമോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിനക്കൊന്നും തന്നിട്ടില്ല, നീ ഈ കാണുന്ന രൂപത്തിൽ ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അത് കാരണമാണ് നിനക്ക് കയ്യും കാലും കണ്ണും എല്ലാം തന്നത്. പക്ഷേ അത് ഞാനിവിടെ മുറിച്ചെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചാലും അത് എനിക്ക് ഇവിടെ മുറിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ അവസാന നിമിഷം ദൈവം നിന്നെ ഇതാക്കിയാലോ. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കാരണം പിന്നെ അതും കൂടാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ശിക്ഷിച്ച ഒരാളെ രക്ഷിക്കാൻ ദൈവത്തെക്കാൾ വലുതല്ലല്ലോ നമ്മൾ. അപ്പോൾ ഒരാൾക്ക് കണ്ണില്ലാത്തത്, ജന്മനാ കണ്ണില്ലാത്തതാണെങ്കിൽ അത് ദൈവം നിശ്ചയിച്ചിട്ടാണ് അയാൾക്ക് കണ്ണില്ലാണ്ട് വന്നത്. ഇനി ഒരാൾക്ക് കിഡ്നി ഇല്ലാണ്ടും ഹാർട്ടില്ലാണ്ടും ഇതൊന്നും വന്നു കഴിഞ്ഞാൽ അയാളുടെ നല്ല പ്രായത്തിൽ അവർ മദ്യപാനം, അവരുടെ ഭക്ഷണ ഇതിൻ്റെയും മദ്യപാനത്തിൻ്റെയും അവരുടെ ദുശീലങ്ങളുടെ പേരിലായിരിക്കാം അവരുടെ ഈ അവയവങ്ങൾ നഷ്ടപ്പെട്ടേക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് ദൈവം ശിക്ഷിച്ച ഒരാളിനെ രക്ഷിക്കാൻ നമ്മൾ ദൈവത്തെക്കാൾ വലുതല്ല. അപ്പം നമ്മൾക്ക് ഞാൻ മരിച്ച നീയും കൊടുക്കണ്ട, നീ മരിച്ച ഞാനും കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ മരിച്ചാൽ നീ കരയുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഷാരു ഞാൻ കരയൂല. അപ്പോൾ എന്താ കരയാത്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ 20 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാവങ്ങളെ നീ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അന്നദാനം, ദാനധർമ്മം, വിശുദ്ധ ബലി എല്ലാം അർപ്പിച്ച് നിന്നെ പെട്ടെന്ന് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഞാൻ സ്വർഗത്തിലാണെന്ന് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു അതായത് അൽഫോൻസാമ്മ, മദർ തെരേസ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പേനെയൊക്കെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ഇപ്പം ജീവിച്ചിരിക്കുന്ന മാർപ്പാപ്പമാരാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ്. അപ്പോൾ അവർ മനുഷ്യരാണല്ലോ. അപ്പോൾ അവരാണ് അവരുടെയൊക്കെ കല്ലറയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചത് കൊണ്ടിട്ടാണ് അവർ വിശുദ്ധരായിട്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് അസാധ്യ കാര്യങ്ങൾ, നമുക്ക് സാധ്യമല്ലാത്ത അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി കിട്ടുമ്പോഴാണ് നമ്മൾക്ക് അത്ഭുതം ഉണ്ടായെന്ന്, മിറാക്കിൾ സംഭവിച്ചെന്ന് പറയുന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു നിന്റെ കല്ലറയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ എൻ്റെ അന്നേരത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, എന്താ പറയുക, എൻ്റെ അന്നേരത്തെ ബോധത്തിൽ അവനോട് ഞാൻ പറഞ്ഞു ഇവിടെ നീയാണ് ആദ്യം മരിക്കണമെങ്കിൽ നീ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭൂമിയിൽ യാതൊരു വക അഡ്രസ്സും ഇല്ല ഇവിടെ. ഞാൻ പിന്നെ തന്നെയാണ്, എൻ്റെ ഒന്നിനും എനിക്ക് പിന്നെ ഇല്ല. ഞാൻ വെറും വലിയ സീറോയാണ്, പാതാളം വരെ താഴ്ന്നു പോയ ഒരവസ്ഥയിലാണ്. പിന്നെ എനിക്കൊന്നിനും മുമ്പോട്ട് നോക്കി ജീവിക്കാനും എനിക്കൊന്നുമില്ല. അപ്പം നീ സ്വർഗത്തിലെത്തിയ കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥന, എൻ്റെ അന്നദാനവും ദാനധർമ്മവും വിശുദ്ധ ബലിയും പുണ്യപ്രവൃത്തിയും എല്ലാം കറന്ന് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ ദൈവത്തിനോട് പറയണം എൻ്റെ അമ്മേനെ കൂട്ടാനായിട്ട് ഞാൻ പോട്ടെ എന്ന് ചോദിക്കണം, എന്നിട്ട് എന്നെ കൂട്ടാൻ വേണ്ടി വന്നോട്ടോ എന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും അവൻ എത്തിയില്ല. അവൻ സ്വർഗത്തിലെത്തി എന്നുള്ളത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു, അവൻ സ്വർഗത്തിലെത്തിയെന്ന്. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം ഇപ്പോൾ ഇതിനെ മാധുവിനെ കിട്ടിയിട്ട് 12-ാം തീയതിയാണ് മാധുവിനെ കിട്ടിയത്. 10-ാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. 10-ാം തീയതി, അതെ 10-ാം തീയതി വെള്ളിയാഴ്ച, 11-ാം തീയതി 12-ാം തീയതി, അത് തന്നെ 10-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ, ആരുമില്ല എനിക്കൊന്ന് സംസാരിക്കാൻ പോലും. ഒരു മാടത്തെ ഉണ്ടായത്, അത് മരിച്ചുപോയി. എനിക്ക് ലാസ്റ്റായിട്ട് ഞാൻ ചോദിക്കണേണ്, എനിക്കൊരു മാടത്തേനെയും കൂടി തരികയാണെങ്കിൽ എനിക്ക് വെറുതെ സംസാരിച്ചിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ 10-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11-ാം തീയതി കഴിഞ്ഞ് 12-ാം തീയതി എനിക്ക് അവന് ആദ്യത്തെ മാധുവിനെ കിട്ടിയ അതേ സ്പോട്ടിൽ നിന്ന് തന്നെ എനിക്കൊരു മാധുവിന് ഒരു മാടത്തിനെയും കൂടി കിട്ടി. അപ്പം അതിനെ ഇപ്പം ഞാൻ 1 മാസമേ ഉള്ളൂ, ഇന്നത്തെ കറക്റ്റ് 1 മാസമാണ് അതിനെ കൊണ്ടുവന്നിട്ട്. അപ്പം ഞാൻ വിശ്വസിക്കണേ, ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഷാരുവിനോട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്കങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ അതും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് ജീവിച്ചിരുന്നപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് എന്നെ കൂട്ടാനായിട്ട് വന്നോന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടും എന്നെ കൂട്ടാൻ വേണ്ടി മാത്രം വന്നിട്ടില്ല. അപ്പം എനിക്കിനി മുന്നോട്ട് നമുക്കിപ്പോൾ ഒരു മാത്തേൽ നല്ലൊരു മാങ്ങ കണ്ട ആ മാങ്ങനെ ഉന്നം വെച്ച് എറിയാനായിട്ട് ഒരു കല്ലെടുത്ത് എറിയണമെന്നുണ്ടെങ്കിൽ അതിനെ ഉന്നം വെക്കണമല്ലോ. നമ്മളൊരു ദിവസം ജീവിക്കണം. ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ജീവിച്ചിരുന്നത് എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത്. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഇരുന്ന് എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഉണ്ടായിരുന്നത്. അവൻ അതുപോലെ നല്ലൊരു കുട്ടിയുമായിരുന്നു. 20 വയസ്സ് വരെ ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാത്ത ഒരു നല്ല മകനായിട്ട് എൻ്റെ കൂടെ നിന്നിരുന്നു. അപ്പം എൻ്റെ ഒരു ഉന്നം നോക്കി എറിയാൻ മുന്നിൽ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ അതിനെ ഉന്നം നോക്കി നമുക്ക് എറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നോട്ട് ഞാൻ ജോലി ചെയ്തത് വേസ്റ്റാണ്. ഞാൻ നടക്കുന്നതും ജീവിക്കുന്ന ഒരു ദിവസവും എനിക്ക് വേസ്റ്റായിട്ടാണോ എനിക്ക് തോന്നുന്നത്. എനിക്കൊന്നും ചെയ്യാനില്ല, സംസാരിക്കാൻ ഒന്നുമില്ല, ജീവിക്കാൻ എനിക്കൊന്നുമില്ല, മുന്നോട്ട് നോക്കി ജീവിക്കാൻ എനിക്കൊന്നുമില്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മ. അപ്പം ഇത് മാത്രമാണ് എൻ്റെ ആശ്വാസം. എനിക്ക് പെരടകത്ത് വന്ന് കയറിക്കഴിഞ്ഞാൽ ഇവനോട് വർത്താനം പറയാൻ ഒറ്റയ്ക്ക് ഇവനോട് വർത്താനം പറയാം. ഇപ്പം മാധുവിനോട് ഉണ്ടെങ്കിൽ അവളോട് വർത്താനം പറയും.
അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മാധുവിനോട് എൻ്റെ 1 മാസമേ ആയുള്ളൂ, പക്ഷെ അത് അവനോട് ചോദിച്ച് മേടിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത്രമാത്രം അതെന്നോട് ഇണങ്ങി. എൻ്റെ ശബ്ദം പുറത്ത് കേട്ടാൽ തന്നെ വാതിൽ തുറന്ന് ഞാൻ അവളെ ഇങ്ങനെ സ്വതന്ത്രയാക്കുന്ന നേരം വരെ ഇവിടെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എൻ്റെ പറന്ന് തോളിൽ വരും, അതിന് ഭക്ഷണം കൊടുക്കും. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ ഈ പെരടകത്ത് ഇങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നു. അതാണ് ചേച്ചി. ഈ നമ്മുടെ ചേച്ചിയുടെ മകനെ എവിടെ പോയതാണ് ശരിക്കും? അത് മാന്നാർ ഒരു മരണാവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പോൾ 21 കൊല്ലമായി, ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ റിലേഷനിൽ പെട്ട ഒരു ടീമാണ് മരിച്ചത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞുമില്ല. അവര് അപ്പനും മോനും കൂടി പോയതാണ്. അപ്പനും മോനും കൂടി പോയതാണ്. പക്ഷെ അപ്പം വിളിച്ചിട്ടാണ് മോൻ പോയത്. പക്ഷെ അവൻ്റെ വണ്ടിയിലും പോയി, അപ്പൻ ട്രാൻസ്പോർട്ട് വണ്ടിയിലും പോയി. അപ്പോൾ പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കെ വെച്ചാണ് ഇത് ഉണ്ടായത്. പിന്നെ ഇത് പറയാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പുള്ളിക്കാരൻ തന്നെയാണ് എന്നെ വിളിച്ചിട്ട് പറയണത്. ഇങ്ങനെ അവിടെ വെച്ച് ആക്സിഡൻ്റ് ആയ കാര്യം പറയണത് പുള്ളി തന്നെയായിരുന്നു. പിന്നെ ഞാനിപ്പോഴും നോർമലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ പറയും ഞാൻ നോർമൽ അല്ലെന്ന്. കാരണം എനിക്ക് ഷാരുവുമായിട്ട് ജീവിച്ച, ഞങ്ങൾ അമ്മയും മോനും കൂടി ജീവിച്ച് പോകുന്ന ഓരോ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്നും നമുക്ക് എനിക്കത് അങ്ങോട്ട് അവൻ എൻ്റെ അവൻ മരിച്ചിട്ട് 11 കൊല്ലമായെങ്കിലും 11 ദിവസമായ ഒരു ഇതുപോലും ഇല്ല. അത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അവൻ മരിക്കുന്നതിന് മുമ്പ് 11 വയസ്സ് എളുപ്പമായിരുന്നു ഞാൻ. ഇപ്പം 11 വയസ്സ് എനിക്ക് പ്രായം കൂടി. ഇപ്പം പ്രായം കൂടുന്തോറും എനിക്ക് സങ്കടങ്ങൾ, അവൻ ഇവിടെ ഭൂമിയിൽ കാഴ്ചവെച്ചിട്ട് പോയ, അവൻ എന്നോട് പറഞ്ഞു വെച്ചിട്ട് പോയ ഓരോ കാര്യങ്ങളും കുറേ അധികമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് സങ്കടങ്ങൾ കൂടും. എന്തോ ആക്സിഡന്റ് നടക്കുന്ന കേസൊക്കെ എന്തോ പറഞ്ഞില്ലേ ഈ പോണതിന് മുമ്പ്? അവൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെ അവയവങ്ങൾ ദാനം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്ത് കാര്യം കൊണ്ടാണ് മരണാവശ്യങ്ങൾക്ക് പോണതിന് മുമ്പാണ്. അതൊരു ഇവൻ മരിച്ചത് ഡിസംബർ 30-ാം തീയതിയാണ് അവൻ മരിച്ചത്. പക്ഷെ അവൻ പോകുന്നതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അതായത് ഇത് നമുക്ക് എന്താ പറയണേ, ഞാൻ അവന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളതുകൊണ്ട് ഇവനൊരു ആക്സിഡന്റ് മരണത്തെ നമ്മ മുന്നിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നും കുർബാനയിലൊക്കെ അർപ്പിക്കുമ്പോൾ എൻ്റെ മോൻ്റെ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, എൻ്റെ മോൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ മോൻ്റെ ആയുസ്സിന് വേണ്ടി, എൻ്റെ മോൻ്റെ സൽസ്വഭാവത്തിന് വേണ്ടി, അങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസവും. അപ്പോൾ ഞങ്ങൾ അന്നദാനവും ദാനധർമ്മവും ഒക്കെ ചെയ്യാനായിട്ട് ഓരോ വൃദ്ധസദനങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സുഖമില്ലാത്ത പിള്ളേരെ താമസിപ്പിക്കുന്ന ഇടമൊക്കെ സന്ദർശിക്കാൻ, അവിടെയൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ദാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ആ സമയത്തൊക്കെ ഒരുപാട് ദാനം ചെയ്യുമായിരുന്നു നേരത്തെ മുതൽ. അപ്പോൾ അങ്ങനെ ദാനം ചെയ്യുമ്പോഴെല്ലാം ഇങ്ങനെ ഓർത്തിട്ടാണ് ചെയ്തേണ്ടിയിരുന്നത്. പക്ഷേ അന്നദാനം ദാനധർമ്മം എല്ലാം ചെയ്തേണ്ടിയിരുന്നത് ഞങ്ങൾ ഇത്രയും വരെ കാത്തുപാലിച്ച ദൈവത്തിന് വേണ്ടി. മനസ്സിലായ? അതുകൊണ്ട് ഞങ്ങളെ കാത്തു പാലിപ്പിച്ചതാണല്ലോ. ഞങ്ങൾക്ക് അവനൊരു ജലദോഷപ്പനി പോലും വരില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ വർഷം ഞങ്ങളെ ഒരാപത്തുമില്ലാതെ ഒരപകടവും ഇല്ലാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഓർത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറണമെങ്കിൽ ഒരു 20,000, 50,000, 30,000, 1,00,000 ഒക്കെ ചിലവാക്കാൻ ഒട്ടും സമയം. അപ്പോൾ നമ്മൾ ഒരു 50,000 രൂപ ഒരു സ്ഥലത്ത് നമ്മൾ ചിലവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 10,000 രൂപ ചിലവ് ചെയ്താൽ അത് ഈ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ ആ ഒരു ഇതാണ് ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു ആപത്തും ഇല്ലാതെ നമ്മളെ കാത്തു സംരക്ഷിച്ചോളൂ, അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഈ ഷാരുവിൻ്റെ ഒരു ഇതെന്ന് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിങ്ങനെ നമ്മളോടെല്ലാം ചോദിച്ചറിഞ്ഞ് എന്തൊക്കെയാവും എന്നുള്ളത് ചോദിച്ചറിഞ്ഞു പോയ ഒരു ഇതാണ്. എനിക്ക് അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും ഞാനെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളല്ലെങ്കിലും യാത്രാമധ്യേയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മരണത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും അതിന് ബാക്കിയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും അങ്ങോട്ട്
ഇപ്പൊ ഇനിയിപ്പൊ എനിക്ക് ഷാരൂനെ ഒരിക്കലും എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നറിയാം. ഇനിയിപ്പോ ഉള്ള എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എല്ലാ ദിവസവും ഉറക്കം ഉണരണ ഇത് വരുന്നുണ്ട്. എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ ഷാരൂനോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, എന്നെ കൂട്ടാൻ വന്നോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വന്നില്ലല്ലോ, എന്നെ നിനക്ക് കൂട്ടിക്കൂടെ, എന്തിനാണ്? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചോദിക്കുമ്പോൾ അവനോട് ചോദിക്കാൻ എനിക്ക് ലോട്ടറി അടിക്കണേന്ന് പറയാൻ അതാ അവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞു. ഏതായാലും നീ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴേക്കും നിന്നോട് ലോട്ടറി നമുക്ക് ലോട്ടറി അടിക്കണമെന്ന് അമ്മ ഒരിക്കലും പ്രാർത്ഥിക്കില്ല കേട്ടാ. ഒന്നും കിട്ടണമെന്നുള്ളത് പ്രാർത്ഥിക്കുകയൊന്നുമില്ല. എനിക്ക് ആയേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, എന്താണെന്ന് എന്നെ കൂട്ടാനായിട്ട് അങ്ങോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഞാൻ മരണത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. അതാണ് സത്യം. എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, അങ്ങനെ പറയണത് ഒരു കള്ളത്തരമല്ലേ എന്ന്. ഞാൻ അവനോട് തന്നെ ചോദിക്കണേയിരുന്നു, എല്ലാവരെ കൊണ്ട് കള്ളത്തരം എന്ന് പറയിപ്പിക്കണേ നല്ലത്, എന്നെ ഇപ്പൊ കൂട്ടാൻ വന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. എനിക്കൊരു പ്രതീക്ഷയില്ല ജീവിക്കാൻ. മുന്നിൽ എനിക്ക് ഇനി അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണോ എന്നുള്ള ഒരു പ്രതീക്ഷ എൻ്റെ മുന്നിലില്ല. ജീവിക്കാനൊരു പ്രതീക്ഷ എനിക്ക് മുന്നിലില്ല. ഒന്നും എന്നെ ഇങ്ങനെ ഭ്രമിപ്പിക്കാൻ പറ്റിയത് ഒന്നും എൻ്റെ മുമ്പിലില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ വരുന്നു, ആ മടത്തല കൂടെ ഇത് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല. അതാ ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങും, അത്രയും ഉറങ്ങാറില്ല. അപ്പൊ ഞാൻ ഈ ഭിത്തിയിലൊക്കെ പിടിച്ച് നിന്ന് ഇങ്ങനെ രാത്രിയിൽ കരയും. കാരണം ഈ വീടുണ്ടാക്കിയത് അവൻ്റെ കുറേ അധ്വാനവും നല്ല ഹാർഡ് വർക്ക് ഇവൻ ഈ വീടുണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയുടെ യാമത്തിലൊക്കെ ഇപ്പൊ 1 മണി 2 മണി രാത്രിയിലൊക്കെ ഞാൻ ഈ ഭിത്തിയിലൊക്കെ പിടിച്ചു നിന്ന് ഇങ്ങനെ പിടിച്ചു നിന്ന് കരയും. കാരണം എനിക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുന്നിലൊരു പ്രതീക്ഷയില്ല എനിക്ക് ഇനി ഒന്നും വലിയ കാർ മേടിക്കണം, അല്ലെങ്കിൽ വലിയ ലോട്ടറി അടിക്കണം, എനിക്ക് കുറേ സ്വർണം വേണം, അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കി എനിക്ക് ഭ്രമിക്കാനൊന്നുമില്ല. അപ്പൊ അത് കാരണം എനിക്ക് ഉറക്കമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭ്രാന്ത്. പിന്നെ എന്നോട് വേറെ കുറെ ഞാൻ ഇങ്ങനെ ഉറക്കമില്ലാത്ത വിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഷാരൂനായിട്ട് പരിചയമുള്ള അച്ഛന്മാരൊക്കെ എന്നോട് പറഞ്ഞത് എന്റർടൈൻമെന്റ് ആയിട്ട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതാണ് ഞാൻ കുറച്ച് കൃഷിയൊക്കെ പ്രാന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊരു ആവേശത്തിന് അങ്ങോട്ട് കുറെ അങ്ങോട്ട് ചെയ്യും. പിന്നെ ചേച്ചിക്ക് ഇപ്പൊ കൂട്ടിന് മൈനുണ്ട്, ഇപ്പൊ അത് വന്നക്കണോണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ സമയം കണ്ടെത്തി ഇങ്ങനെ അതിനോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. അത് 10-11 മണിയാകുമ്പോ എനിക്ക് അതിനെ കൊണ്ടേ 11 മണിയിൽ കൂടുതൽ എങ്ങനെ അതിനെ ബുദ്ധിമുട്ടിക്കാനാ. 11 മണി വരെ അതിനെയും കൊണ്ട് നടക്കും. അത് കഴിയുമ്പോ 11 മണി 12 മണിയൊക്കെ ആകുമ്പോ അതിനെ കൂട്ടിക്കൊണ്ടേരും. സുഹൃത്തുക്കൾ, ഇതാണ് മെറ്റിൽ ചേച്ചിയുടെ ജീവിതോട്ടാ. ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ചേച്ചി. ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടം തന്നെ പറയാം ജീവിതത്തിലല്ലേ? ജീവിതത്തിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടം. ഇപ്പൊ കൂട്ടിന് മൈനയുണ്ട്. അപ്പൊ കൂട്ടിന് മൈനയും ചേച്ചിയുമായിട്ടാണ് ജീവിക്കണം. ചേച്ചി ഇപ്പൊ എന്താണ് വർക്ക് ചെയ്യണം? എനിക്കൊരു ഷാരൂന് വേണ്ടി തുടങ്ങിയ ഒരു ഷോപ്പുണ്ട്. അവിടെ യങ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. മെൻസ് വെയർ ആണ് കൂടുതലും. പിന്നെ ഞാൻ നന്നായിട്ട് തയ്ക്കും, ചുരിദാറും സാരി ബ്ലൗസൊക്കെ തയ്ക്കും. അപ്പൊ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുവരും, അവിടെ തയ്ക്കാനായിട്ടൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ തയ്ച്ചു കൊടുക്കും. പിന്നെ ഷാരൂൻ്റെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേക്കും അത് ഷോപ്പിലൊരു ഫോട്ടോ മോൻ്റെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേക്കും അതിനായിട്ട് നോക്കും, എന്നിട്ട് നോക്കും, എന്നിട്ട് എന്നെ പരിചയപ്പെടും. അപ്പൊ പറയും കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയും. പിന്നെ അവര് കുറെ വിശേഷമൊക്കെ പറയും. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്ന് അവിടെ സംസാരിക്കുമ്പോൾ നമുക്കൊരാശ്വാസം. അപ്പൊ അവര് ചിലപ്പോൾ അവരുടെയൊക്കെ കഥ പറയും. അവര് പറയുമ്പോഴേക്കും പറയും, എന്നാലും മെറ്റിൽഡയുടെ കഥയുടെ അത്രയും ഇതിലല്ല ഞങ്ങൾക്ക് ഫാമിലി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഫാമിലിയിലെ ബുദ്ധിമുട്ടാണ് അവർക്ക് പറയാനുണ്ട്. നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ ഇതാണ്. അപ്പൊ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ആ ഇതും കൂടി നോക്കുമ്പോൾ, അല്ല അവൻ ജീവിച്ചിരുന്ന അവനെ പറ്റിയുള്ള ഇത് തുടങ്ങിയ പിന്നെ എനിക്ക് അവനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു നിയന്ത്രണം കിട്ടുകയുമില്ല. അപ്പൊ അത് കാരണം താളം തെറ്റിപ്പോവും. അപ്പൊ അവനെ പറ്റി ഒരുപാട് ഇതായി പറയും. കടയിലാണെങ്കിലും നമ്മൾ കരയും. നമുക്ക് നിയന്ത്രിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റൂല. അതെ. അപ്പോൾ
എന്തായാലും സർവശക്തനായ ദൈവം ചേച്ചിക്ക് അതിനുള്ളൊരു മനസ്സും പവറും തരട്ടെ. മനസ്സും പവറും അല്ല, എത്രയും പെട്ടെന്ന് ബുദ്ധിമുട്ടിക്കാതെ ദൈവം അങ്ങനെ വിളിക്കട്ടെ. അങ്ങനെ പറയരുത്. നമ്മളെ കൊണ്ട് ഇനി വേറെ ആൾക്കാർക്ക് നന്മകൾ ഉണ്ടെങ്കിൽ. അല്ല, അങ്ങനെയല്ല. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. ഇപ്പൊ നമ്മള് മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും ഉണ്ടാവും. പ്രായമായി നമ്മളിങ്ങനെ നരയിച്ച് മരിക്കുന്നതിന് നല്ലതെന്ന് ആരോഗ്യത്തോടെ ഓടി കിടക്കുമ്പോൾ മരിക്കണേല്ലേ. ആരും നോക്കാനില്ലാണ്ട് ഇവിടെ കിടന്ന് നരയിക്കുന്നതിന് നല്ലത് നമ്മൾ അതിനു മുമ്പേ തന്നെ മരിക്കണേല്ലേ. അപ്പൊ എന്തായാലും മരിക്കണമല്ല. 50 വയസ്സായാലും 80 വയസ്സായാലും മരിക്കണം ഇല്ലേ. അപ്പൊ ഇപ്പൊ മരിക്കണതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ നല്ല ഇതായിട്ട് ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഞാൻ മലയാറ്റൂർ പോകാൻ തുടങ്ങിയിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ മലയാറ്റൂർ പോവുകയായിരുന്നു. ഞാനൊരു 15 ആഴ്ചയും മലയാറ്റൂർ മുടക്കില്ലാതെ എല്ലാ ആഴ്ചയിലും പോയി. എല്ലാ ആഴ്ചയിലും മലയാറ്റൂർ മല കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് മല കയറുന്നത്. ഞാനതാണ് പറഞ്ഞത്, ഞാൻ മല കയറുന്നത് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. പ്രത്യേകിച്ച് എനിക്ക് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കാനില്ല. മനസ്സിലായേ. അപ്പൊ ഈ കഴിഞ്ഞ 3-ാം തീയതി ഞാൻ മല കയറാൻ പോയി. മഴ കാരണം പോകാണ്ടിരിക്കണായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ 3-ാം തീയതി മല കയറാൻ പോയി. മല കയറാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എനിക്ക് സ്വപ്നം കാണാനുള്ളത് നല്ലൊരു മരണമാണ് സ്വപ്നം കാണാനുള്ളത്. അപ്പം ഞാൻ മല കയറിക്കൊണ്ടിരുന്ന വെച്ച സമയത്ത് എനിക്ക് തോന്നിയ എനിക്കൊരു നല്ല മരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മല കയറണേ എന്നുള്ളത്. എനിക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ല. ആരോഗ്യം ദൈവം സഹായിച്ചിട്ടുണ്ട്, രോഗാവസ്ഥകളൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അപ്പം എനിക്കൊരു മല കയറുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളത് നല്ലൊരു മരണം കിട്ടണേന്ന്. അവിടെ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുവിന് നല്ലൊരു മരണം കിട്ടിയ അന്നത്തെ കാലത്തെ ഏറ്റവും ശപിക്കപ്പെട്ട മരണമാണെന്ന് കുരിശിൽ തൂക്കിയുള്ള മരണം. അപ്പൊ പിന്നെ ഞാൻ എന്ത് മരണമോ നല്ലത് വേണമെന്ന് ആഗ്രഹിക്കണം, എന്ത് മരണമാണ് ആഗ്രഹിക്കണ്ടേന്ന് ആ മല കയറണ നിമിഷത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണത്. അന്നത്തെ കാലത്ത് കർത്താവായ യേശു കുരിശിൽ തൂങ്ങിയാണ് മരിച്ചത്. അപ്പൊ ആ മരണത്തിൽ അന്ന് എല്ലാവരും അത് ഏറ്റവും മോശം, അതായത് ഏറ്റവും ശപിക്കപ്പെട്ട ഒരു മരണമായിട്ടാണ് അന്ന് മുദ്ര കുത്തിയത്, കർത്താവിന്റെ മരണം. അപ്പൊ പിന്നെ ഞാൻ എന്ത് നല്ല മരണമാണ് ചോദിക്കണ്ടേന്ന് വിചാരിച്ചു. അതുപോലെ ഞാൻ ശബരിമലയിൽ പോയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ശബരിമലയിൽ എന്ത് പ്രാർത്ഥിക്കാനാണ് പോയെന്ന്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടി എന്നോട് ചോദിച്ചത്, ഞാൻ ക്രിസ്ത്യാനിയാണ്, അപ്പൊ ഞാൻ ശബരിമലയിൽ പോയത് എന്ത് പ്രാർത്ഥിക്കാനാണ്, എന്തിനാണ് ശബരിമലയിൽ പോയെന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ അയ്യപ്പൻ്റെ അടുത്ത് എന്താ പ്രാർത്ഥിച്ചതെന്ന്. അയ്യപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ശരണം വിളിച്ച് ഇങ്ങനെ പോയപ്പോ എന്ത് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ ഞാൻ തന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു വാക്ക് എന്ത് തത്വമസി എന്നുള്ള വാക്ക്, നീ തന്നെ ദൈവമാകുന്നു. അപ്പൊ പിന്നെ അവിടെ അയ്യപ്പനല്ലല്ലോ, ഞാനല്ലേ ദൈവം. എനിക്ക് ദൈവമാകാൻ കഴിയും എന്ന് വെച്ചാൽ എനിക്ക് സൽകൃത്യങ്ങൾ ചെയ്താൽ ഞാൻ ദൈവമാവും അല്ലേ. അപ്പൊ ഞാൻ എന്നിലുള്ള ഈശ്വരനെ ഞാൻ കാണാണ്ട് ഞാൻ അയ്യപ്പനെ കാണാനായിട്ട് ശബരിമല ചെന്നിട്ട് എന്താ കാര്യം. ഞാൻ എന്നിലുള്ള ഈശ്വരനെ കാണുക. അപ്പൊ തത്വമസി, എൻ്റെ ഉള്ളിലൊരു ഈശ്വരനുണ്ട്. മനസ്സിലായോ. മറ്റൊരു ചേച്ചിയുടെ ജീവിതകഥ അതാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചേച്ചിയുടെ പരിപാടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ മറ്റൊരു ചേച്ചിയുടെയും പക്കറ്റേയും ഈ ജീവിതകഥ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്, അതായത് മറ്റൊരു ചേച്ചിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ അമ്മക്കും മകനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല മറ്റു ചേച്ചിക്ക് ഒരു മൈനയും കൂടി ഉണ്ട്, മൈനക്കുട്ടിക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റേ നമ്മുടെ പ്രേക്ഷകരോട് ഒന്നും പറയണ്ട. അല്ല, എല്ലാവരും എൻ്റെ മാതുക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എനിക്ക് നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല കൃഷിയുണ്ട്, കൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൃഷി ഇട്ടേ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി അതൊരു കാണാൻ കൃഷി ഓണത്തിന് നമുക്ക് 35 വർഷത്തിന് അതെ 35 വർഷത്തിന് ശേഷം നെൽകൃഷി ചട്ടിയിൽ ഉണ്ടാക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ഇങ്ങനെ ഓണത്തിന് അത് നമുക്ക് ആ എപ്പിസോഡ് ചെയ്യാം. അതെ, ആ നെല്ല് പറിക്കണതും എപ്പിസോഡ് ചെയ്യാം, ജീവിതകഥയും ആ നെല്ലും പാടമൊക്കെ. പാടമല്ല, പാടം പോലെ ആക്കി, നമ്മ പാടം പോലെ ആക്കിയത്. അതെ.
JCB ഒക്കെ കൊണ്ടുവന്നിട്ട് പാടം സെറ്റപ്പ് ആക്കി. അതെ, ഇപ്പൊ കണ്ടപ്പെട്ടത് പാടമൊന്നും പാടം തോന്നും. അതല്ലേ ഇവിടെ എല്ലാവരും വന്ന് ഇതിപ്പോ കാഴ്ചക്കാരാ, ഞങ്ങളുടെ ഇവിടെ എങ്ങും കൃഷിയില്ല, ഇവിടെ മാത്രമേ കൃഷിയുള്ളൂ. അത് കാരണം അപ്പൊ എന്തായാലും പ്രേക്ഷകരെ അടുത്ത എപ്പിസോഡ് കാണോ. അപ്പൊ എല്ലാവരും ചേച്ചിക്കും ഈ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.